മരണമടഞ്ഞ 4 കുട്ടികളുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം പൊതുദർശനത്തിന് വയ്ക്കും. വീടുകളിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുദർശനമുണ്ടാകും. അപ്രതീക്ഷിതമായ ഈ ദാരുണ സംഭവത്തിൻ്റെ ഞെട്ടലിൽ ഇപ്പോഴും ആ നാടും നാട്ടുകാരും അതോടൊപ്പം തന്നെ സഹപാഠികളും ഒക്കെ ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ്. അത് അത്രമേൽ മാറുന്ന ഒരു വേദനയല്ല, അത്രമേൽ ഹൃദയഭേദകമായ രംഗങ്ങളാണ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ ആ വീടുകളിൽ നിന്ന് 4 പേരുടെയും വീടുകളിൽ മലയാളികൾ പ്രേക്ഷകർ ഒക്കെ കാണുന്നത്. ഇത് 4 പേരും അവർ ഉറ്റ കൂട്ടുകാരായിരുന്നു. അവർ 5 പേരാണ് ഉറ്റ സുഹൃത്തുക്കൾ. അതിൽ 4 പേരെയാണ് ഇപ്പോൾ മരണം കവർന്നിരിക്കുന്നത്. ഈ 5 പേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയത്. ഇന്നലെ ഹിന്ദി പരീക്ഷയായിരുന്നു. പരീക്ഷ എഴുതി പരീക്ഷയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് വീട്ടിലേക്ക് നടന്നു വരവെയാണ് ഈ സിമൻ്റ് ലോറി മരണത്തിൻ്റെ രൂപത്തിലെത്തി ഈ കുട്ടികളുടെ ജീവൻ കവർന്നത്. ഇതിൽ ഒരു കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിലാണ്. ഇപ്പോൾ ഇർഫാനയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് എടുക്കുന്നതിൻ്റെ പൊതുദർശനത്തിന് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാനായി മൃതദേഹം എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ വിപിൻ മാറിയിരിക്കുന്നു പനയമ്പാടം. ആ നാട് ഒന്നായി തേങ്ങുകയാണ്. 4 കുട്ടികളുടെ ഈ വേർപാടിൽ അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് അവിടെ എത്തിയ ഓരോരുത്തരും പറയുന്നു. ഒപ്പം 4 പേരുടെയും സഹപാഠികൾ അവരുടെ കണ്ണീരിന്, അവരുടെ ദുഃഖത്തിന് ആഴമേറെയാണ്. കടലോളം ആഴമുണ്ട് അവരുടെ സങ്കടത്തിന് എന്ന് ഈ ദൃശ്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അന്ത്യോപചാരമർപ്പിക്കാൻ അവരെ ഒരു നോക്ക് കാണാൻ അവസാനമായി ആ നാട് ഒന്നാകെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അല്പസമയത്തിനകം പൊതുദർശനം ഉണ്ടാകും. 4 കുട്ടികളുടെയും ഖബറടക്കം ഒരുമിച്ചായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി ആ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ ആ നാട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വലിയ അപകടം, അതിൻ്റെ ആഘാതം അത് വിട്ടുമാറുന്നതല്ല എന്ന് ആ നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി എത്തിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. അങ്ങേയറ്റം വേദനയുടെ മനുഷ്യരായി പിറന്നവർക്കൊന്നും കണ്ടിരിക്കാൻ കഴിയാത്ത അത്ര വേദനയുടെ ആ വേദന വിവരിക്കാൻ നമുക്ക് വാക്കുകളൊന്നും കിട്ടാത്ത വലിയ സങ്കട കാഴ്ചകൾ കാണുന്ന ഒരു ദിവസമാണ്. ഒരു വല്ലാത്തൊരു ദിവസമാണെന്ന് ഉറപ്പായും പറയാം. ഒരു വല്ലാത്ത വെള്ളിയാഴ്ച പുലർച്ചെയാണ് എന്ന് ഉറപ്പായും പറയാം. ആ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് സ്കൂളിൽ പോകേണ്ടതാണ്, ഒരുമിച്ച് സ്കൂളിൽ പോകുന്നവരാണ്. ഈ പറയുന്ന 5 കൂട്ടുകാരും ചേർന്ന് ഈ വർഷം സ്കൂളിലെ ഓണാഘോഷത്തിനെടുത്തൊരു ചിത്രമൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവണം. അതിലൊരാൾ മാത്രമാണ് ഇന്നിപ്പോൾ ഉള്ളത്. ബാക്കി 4 പേരും പോകുന്നു. 4 പേരും ഒരുപോലെ തന്നെ പോകുന്നു. സ്കൂളിൽ എങ്ങനെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാക്കി സ്കൂളിൽ അവരെങ്ങനെയാണോ അവരവരുടെ കളികളിൽ ഏർപ്പെടുന്നത്, വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്, പരസ്പരം തമാശകൾ പങ്കുവയ്ക്കുന്ന ഒരു ടീമാണ്. നമ്മളോരോ സ്കൂളിൽ കുട്ടികൾക്കൊരു ഗ്യാങ്, ഒരു ടീം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ടീമായ കുട്ടികളാണ്. അതിലൊരാൾ മാത്രം ബാക്കിയാകുന്നു. ബാക്കി 4 പേർ ഈ ലോകം വിട്ടു പോവുകയാണ്. ആ നാടിനൊന്നാകെ വലിയ വേദന, നാടിന് മാത്രമല്ല കേരളത്തിനൊന്നാകെ ഇത് കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വലിയ നീറ്റലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഐഷയുടെ മൃതദേഹമൊക്കെ എടുക്കുമ്പോൾ, നിദാ ഫാത്തിമയുടെ മൃതദേഹമൊക്കെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആംബുലൻസിലേക്ക് എടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ കേൾക്കുന്ന അലമുറ അല്ലെങ്കിൽ ആർത്തനാദം, അത് ആ നാടിന് ഒരു കാലത്ത് മറക്കാൻ കഴിയാത്ത വേദനയാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ സമയത്തൊക്കെ സ്കൂളിൽ കുട്ടികളെ വിടേണ്ട തിരക്കിലാകും ആ വീട്. ഈ വീട്ടകങ്ങളിലൊക്കെ രാവിലെ സ്കൂളിൽ കുട്ടികളെ ഒരുക്കി പെട്ടെന്ന് ഇറക്കി വിടുക. അതിനുള്ളിൽ ശകാരങ്ങളുണ്ടാകും, അതിനുള്ളിൽ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഭക്ഷണം കൊടുക്കലുണ്ടാകും. ഇതൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാകും. ഈ സമയമാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് ചേതനയേറ്റ 4 പേർ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് വലിയ വേദന എന്ന് വെറും വാക്കിൽ പറയുന്നതല്ല, അങ്ങേയറ്റത്തെ സങ്കടമാണ്. ഇർഫാന, ഷെറിൻ, ഹിദാ ഫാത്തിമ, നിദാ ഫാത്തിമ, ആയിഷ, അവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ അല്പസമയത്തിനകം 10-ഓടുകൂടി ഖബറടക്കം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വീടുകളിൽ നിന്ന് അങ്ങോട്ടേക്കൊക്കെ 4 പേരുടെ മൃതദേഹം ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇനിയിപ്പോൾ സ്കൂളിലൊരു പൊതുദർശനമായിട്ടുണ്ടാകില്ല എന്ന് വേണം അറിയാൻ. ആകസ്മിക മരണം, എല്ലാ മരണങ്ങളും ആകസ്മികമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്രയും കുഞ്ഞിലെ ഇത്രയും വിദ്യാർത്ഥികൾ, കുട്ടികളൊക്കെ മരിച്ചു പോകുന്നത് അങ്ങേയറ്റത്തെ സങ്കടകരമായ, വേദനാജനകമായ ഓർമ്മകളും വേദനാജനകമായ കാഴ്ചകളും തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം.
ഇത് കരിമ്പനക്കൽ ഹാളിലേക്ക് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. മൂന്നാമത്തെ കുട്ടിയുടെ മൃതദേഹം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഒരു നാടൊന്നാകെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന് അധിക ദൂരമല്ല ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഇത് ചില വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെ ഇരുന്ന് വിവരിക്കാനും ഒക്കെ വേദന ഉണ്ടാക്കുന്ന ചില വാർത്തകൾ സംഭവിക്കാറുണ്ട്. അതിലൊരു വാർത്തയാകുന്നു സങ്കടവശാൽ ഇത് ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ആ നാടൊന്നാകെ എത്തുകയല്ലേ സൂരജ്? ഹാഷ്മി, വാക്കുകൾ തന്നെ ഇടറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇപ്പോൾ 4 കുട്ടികളുടെയും മൃതദേഹം ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു നാടാകെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ്. അവസാനത്തെ കുട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് പുറത്ത് ഓഡിറ്റോറിയത്തിന് പുറത്ത് എത്തിയിരിക്കുന്നത്. 4 പേരുടെയും, അതായത് ഈ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഈ സഹപാഠികൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു പോയിരുന്നത്. അന്ത്യയാത്രയിലും സാഹചര്യം അവരെ വീണ്ടും ഒന്നിപ്പിക്കുകയാണ്. ഈ 4 കുട്ടികളുടെയും മൃതദേഹം നിലവിൽ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10:30 വരെ ഈ പൊതുദർശനം തുടരും എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സഹപാഠികളും അധ്യാപകരുമായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇന്ന് വീട്ടിലെത്തി ഇവരെ ഒരു നോക്ക് കാണാനുള്ള അവസരം ലഭിച്ചത്. അവർക്ക് മാത്രമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊക്കെ വലിയ മനോവിഷമം ഉണ്ടാകുന്ന കാര്യമാണ് ഇവരുടെ ഈ സഹപാഠികളുടെ വേർപാട്. സ്വാഭാവികമായും അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും നേരം ഈ കുട്ടികൾ ഈ സങ്കടം സഹിച്ചിരിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഇവരോടെല്ലാവരോടും ഈ ഓഡിറ്റോറിയത്തിലെത്തി ഇവരെ കാണാനുള്ള, ഇവർക്ക് ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമ്മൾ ഇന്ന് കണ്ടത് അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഈ ഹൃദയയുടെ വീട്ടിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആയിഷയുടെ വീട്ടിലാണെങ്കിൽ പോലും അവിടെ എത്തുന്ന സഹപാഠികളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ആയിഷ ആയിഷ എന്ന് വിളിച്ചുകൊണ്ട് അലമുറയിട്ട് കരയുന്നത് കണ്ടു. ഒരു വേള അവർ ഇത് യാഥാർത്ഥ്യമാകാതിരുന്നെങ്കിൽ, ഇതെല്ലാം യാഥാർത്ഥ്യമാകാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷം നമ്മൾ പോലും ചിന്തിച്ചു, ഇതൊന്നും യാഥാർത്ഥ്യമാകരുതേ, ഇതൊക്കെ ഒരു സ്വപ്നമാകണേ എന്ന് ചിന്തിച്ച ഒരു നിമിഷമുണ്ട്. അതുപോലെ തന്നെ ആയിഷയുടെ പിതാവിനെ സംബന്ധിച്ച് ഒരു വലിയ ഞെട്ടലാണ് മകളുടെ വേർപാടുണ്ടാക്കുന്നത്. ഇന്നലെ ഒരു അപകടം നടക്കുന്നു. പ്രദേശത്ത് ഒരു ലോറി അപകടം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയതാണ് ആയിഷയുടെ പിതാവ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം നടത്തിയ ലോറിക്കടിയിൽ കുടുങ്ങിയവരെ രക്ഷിച്ചെടുക്കുന്ന സമയത്താണ് സ്വന്തം മകളായ ആയിഷയാണ് ആ ലോറിക്കടിയിൽ പെട്ടുപോയതെന്ന യാഥാർത്ഥ്യം ആ പിതാവ് മനസ്സിലാക്കുന്നത്. ഒരു ഞെട്ടലോടെയാണ് തൻ്റെ മകളെ ആ പിതാവ് കണ്ടത്. പിന്നീട് ഇങ്ങോട്ടുള്ള നിമിഷങ്ങൾ എല്ലാം പറഞ്ഞറിയിക്കാവുന്നതല്ല. എന്തായാലും വലിയൊരു ജനസാഗരം, ജനസാഗരം ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീട്ടിലെത്തി ഇവരെ എല്ലാവരെയും അവസാനമായി കണ്ടിറങ്ങുന്ന എല്ലാവരുടെയും മുഖത്ത് നമ്മൾ കണ്ടത് കണ്ണുനീർ മാത്രമായിരുന്നു. ഇവിടെയും സമാനമായ സാഹചര്യം. ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ ഒരു കണ്ണീർ കടൽ തന്നെ തീരുന്നു. കണ്ണീർ കടലായി കരിമ്പനക്കൽ ഓഡിറ്റോറിയം മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ റോഡിന് പുറത്തേക്കൊക്കെ, അതായത് കാശ്മീർ ഈ ഓഡിറ്റോറിയത്തിന് വലം വച്ചാണ്, ഓഡിറ്റോറിയത്തിന് ചുറ്റുമാണ് ഇതിൻ്റെ ഈ ആളുകൾ കാണുന്നതിന് വേണ്ടി ഈ വരിവരിയായി ക്യൂ നിൽക്കുന്നത്. അത് ഈ വലിയ ഓഡിറ്റോറിയമാണ്, ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ആ ഓഡിറ്റോറിയത്തിന് ചുറ്റും ഈ ക്യൂ നീണ്ട് ഇപ്പോൾ ഈ റോഡിലേക്ക്, പ്രധാന പാതയിലേക്ക്, മണ്ണാർക്കാട് പാലക്കാട് പാതയിലേക്ക് ഈ ക്യൂ നീണ്ടിരിക്കുന്നു. അങ്ങനെ കിലോമീറ്ററുകൾ നീളത്തിലാണ് ആളുകൾ ഇവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. കിലോമീറ്ററുകൾ നീളുന്നു ഈ ക്യൂ എന്നുള്ളതാണ് നമുക്കിതാ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എല്ലാം കാണാൻ കഴിയും. അത്രമാത്രം ജനത്തിരക്ക്, അതായത് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ഒരു നാടിനെ സംബന്ധിച്ച്, ഈ കരിമ്പ എന്ന നാടിനെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാവുന്നതിനോ ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തുള്ള നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 4 കുഞ്ഞു ജീവനുകൾ, അതായത് കുഞ്ഞു ജീവനുകൾ കളിപ്പാട്ടം പോലെ, അതായത് ഇവരെ സംബന്ധിച്ച് കിലുക്കാമ്പെട്ടി പോലെ ഓടി നടന്ന കുട്ടികളാണ്. ആയിഷയൊക്കെ ആണെങ്കിൽ ഒപ്പനവേദിയിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു. ജില്ലാ കലോത്സവത്തിൽ മിന്നുന്ന വസ്ത്രം ധരിച്ചെത്തി പലപ്പോഴും ആളുകളെ അമ്പരപ്പിച്ചിട്ടുള്ള കുട്ടികളാണ്. അവരെ അത്രമാത്രം അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കരിമ്പയെ സംബന്ധിച്ച് അവർക്കൊരു തീരാ നഷ്ടമാണ് ഈ കുട്ടികളുടെ വേർപാട്. അത് ഇന്നെന്നല്ല, ഒരു കാലത്തും അവരുടെ മനസ്സിൽ നിന്നുമായില്ല. അത് പ്രകടമാകുന്ന തരത്തിലാണ് വലിയ ജനത്തിരക്ക്. പോലീസ് ഇടപെട്ട് അവരെല്ലാവരും ഒരു കുട്ടിയുടെ ഉപ്പയാണ് വരുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളടക്കം വലിയ രീതിയിൽ തളർന്നു പോയിരിക്കുന്നു. അവരെ നാട്ടുകാരെല്ലാവരും ചേർന്ന് സമാധാനിപ്പിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഒരു വൈകാരികമായ നിമിഷം, ഒരു കണ്ണീർ കടലായി ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയം മാറുന്നു. ഹാഷ്മി, പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാവുന്നു. സൂരജിത്ത് പറഞ്ഞതുപോലെ ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ 5 പേരുണ്ടായിരുന്നു. അവർ 5 പേർ
സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന സമയമാണ്. പരീക്ഷയെക്കുറിച്ച് സംസാരിച്ച് നാളത്തേക്കുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് സംസാരിച്ച് വരുന്ന സമയം അതിൽ രക്ഷപ്പെട്ട അജ്ന പറയുന്നു ആ അപകടത്തെക്കുറിച്ച്. ആ അപകടം നടക്കുമ്പോൾ നമ്മൾ 5 പേരുണ്ടായിരുന്നു. 4 പേർ അല്പം മുൻപിലായിട്ടാണ് നടന്നത്. അവരുടെ എക്സാം റൈറ്റിംഗ് ബോർഡും ഒപ്പം കുടയുമൊക്കെ എൻ്റെ ബാഗിലായിരുന്നു എന്ന് രക്ഷപ്പെട്ട അജ്ന പറയുന്നുണ്ട്. ഈ അപകടം നടന്ന് ഈ ലോറി വന്ന് മറയുന്ന സമയത്ത് എനിക്ക് തൊട്ടടുത്ത കുഴിയിലേക്ക് ചാടാൻ സമയം കിട്ടി. പക്ഷേ എൻ്റെ 4 കൂട്ടുകാർക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ മുന്നിൽ വെച്ചാണ് അവർ 4 പേരും പോയത് എന്ന് പറയുന്നു. അപ്പം അതിൽ ഒരാളുടെ ഉമ്മ ആ കുട്ടിയെ കൂട്ടാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഉമ്മയും ആ അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇപ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ ആ അപകടത്തിൽ ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവരെല്ലാം തന്നെ ഈ കുട്ടികളുടെ വേണ്ടപ്പെട്ടവരായിരുന്നു, നാട്ടുകാരായിരുന്നു, ബന്ധുക്കളായിരുന്നു. ആ ആഘാതമാണ് ആ നാടിനെ ഇപ്പോഴും അതുപോലെ ഉലച്ചുകൊണ്ടിരിക്കുന്നത്.